നമസ്കാരം. മൂരി മൂത്താൽ മുൻഷിയാവില്ല എന്നൊരു ചൊല്ലുണ്ട്. ഈ മൂരി എത്ര മൂത്താലും അതിന് മുൻഷിയാവാൻ കഴിയില്ല. നിങ്ങളെന്തായാലും ഞാൻ എന്താണ് ഇങ്ങനെ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുക കേട്ടോ. പെട്രോളിൽ എത്തനോൾ എങ്ങനെയാണോ കലർത്തുന്നത് അതുപോലെയാണ് ഇന്ന് CPM കമ്മ്യൂണിസത്തിൽ വർഗീയത. നമ്മുടെ നിയമസഭ വിഡ്ഢികളുടെ കൂടാരമായി മാറുകയാണ്. അതിനുള്ള ഒരു വലിയ തെളിവാണിത്. ഇവർ പറയുന്നത് കമ്മ്യൂണിസത്തിൽ വർഗീയത കലർത്തുന്നത് നിതിൻ ഗഡ്കരി എത്തനോൾ പെട്രോളിൽ കലർത്തുന്നത് പോലെയുള്ള വലിയ അത് വായിൽ കൊള്ളാത്ത വർത്തമാനമാണ് ഈ ആയമ്മ പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ പക്വതയില്ലായ്മയോ വിവരക്കേടോ ആയിരിക്കാം. കാരണം കമ്മ്യൂണിസം വർഗീയത, അതായത് ഈ ആയമ്മയുടെ പാർട്ടിയുടെ പേര് തന്നെ നിങ്ങൾ നോക്കുക, ഒരു മതത്തിൻ്റെ പേരിൽ നിലനിൽക്കുന്ന പാർട്ടിയാണ്. ആ പാർട്ടിയിൽ നിന്നുകൊണ്ടാണ് ഇവർ വർഗീയതയെക്കുറിച്ചൊക്കെ വലിയ വർത്തമാനം പറയുന്നത്. പണ്ടുകാലത്ത് ഇന്ത്യ വിഭജന കാലഘട്ടത്തിലൊക്കെ ഇവർ വിളിച്ച മുദ്രാവാക്യം ഇന്നും ആരും മറന്നുപോയിട്ടില്ല. പക്ഷേ ഇവിടെ ഇവർ ബോധപൂർവം മറച്ചു വയ്ക്കുന്നൊരു കാര്യമുണ്ട്. ഇല്ലെങ്കിൽ അറിയാഞ്ഞിട്ടായിരിക്കും, അതോ നടിക്കുകയാണോ, തെറ്റായ കാര്യങ്ങൾ പൊതുസമൂഹത്തിലേക്ക് വിടുകയാണോ എന്നറിയില്ല. ഇതുകൊണ്ട് എന്താണ് ഗുണം? കരിമ്പ്, ചോളം മുതലായ കാർഷിക ഉൽപ്പന്നങ്ങൾ ആ കർഷകർക്ക് വലിയ ലാഭം കിട്ടുന്നത്. അവർക്ക് വീണ്ടും വീണ്ടും കൃഷി ചെയ്യാനും അവർക്ക് ലാഭകരമായി കൃഷി ചെയ്യാനുള്ള വലിയ സാധ്യതകൾ തുറന്നിടുന്നു. കാർബൺ മോണോക്സൈഡ് പോലെയുള്ള വാതകങ്ങൾ പുറന്തള്ളല്, അന്തരീക്ഷ മലിനീകരണം, ഈ വാഹന പൊല്യൂഷൻ കാരണം, അല്ലെങ്കിൽ ഈ വാഹനം വലുതായിട്ട് ഇരട്ടിക്കുന്നു. നോക്കൂ, പണ്ട് കാലത്ത് ഒരു 5 വർഷം മുമ്പ് ബൈക്കുണ്ടായിരുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് കാറാണ്. ഇന്ന് ബൈക്ക് കയ്യിലുള്ള ആളുകൾക്ക് നാളെ കാറാവും. ഇന്ന് നിരത്തിലേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത അത്രയും വാഹനങ്ങൾ ഇരട്ടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ വാഹന മലിനീകരണം, പൊല്യൂഷൻ വലിയൊരു വിഷയമാണ്. അത് കുറയ്ക്കാൻ ഒരു പരിധി വരെ സാധിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ എത്തനോൾ പെട്രോളിൽ കലർത്തുന്നതിലൂടെ അതുവഴി നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയിൽ വലിയൊരു കുറവ് വരാൻ ഇത് സഹായകരമാവും. ഇങ്ങനെയൊക്കെയുള്ള വലിയ കാര്യങ്ങളുണ്ട്. അല്ലാതെ ഈ ആയമ്മ വിചാരിച്ചിരിക്കുന്നത് പാണക്കാട്ടെ തങ്ങൾ ഈ വെള്ളത്തെ അസുഖവുമായും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക് ഈ വെള്ളം ജപിച്ചു കൊടുക്കുമല്ലോ, ഊതുക. അപ്പോൾ അതിൽ ഉമിനീര് അല്പം കലരാൻ ചാൻസ് ഉണ്ടല്ലോ. അതുപോലെ ഈ ഉമിനീര് കലർത്തുന്നത് പോലെയാണ് എത്തനോൾ കലർത്തൽ എന്നാണ്. പാണക്കാട് തങ്ങൾ ഉമിനീര് ഈ കുടിവെള്ളത്തിൽ, ഈ ഓതുന്ന വെള്ളത്തിൽ കലർത്തുന്നത് പോലെയാണ് ഈ എത്തനോൾ കലർത്തുന്നത് എന്നാണ് പറയുമ്പോൾ. കുറച്ചൊക്കെ ഇവർ ഒരു ജനപ്രതിനിധിയാണ്, ഒരു പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ളതല്ല. ഇവർ ആ മണ്ഡലത്തിലെ ജനങ്ങളെ വോട്ടർമാരെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇപ്പോൾ പുറത്തു പോവുകയാണെങ്കിൽ കേരളത്തെ പ്രതിനിധീകരിച്ചൊരു MLA ആണ് ഇവർ. ഒരു MLAയുടെ നിലവാരം ഇത്രത്തോളം തരം താണതാണെങ്കിൽ ആ കഷ്ടം എന്നല്ലാതെ എന്താണ് പറയാൻ. ഇനിയെങ്കിലും ഇതുപോലുള്ള മുസ്ലിം ലീഗ് പാർട്ടി ചെയ്യേണ്ടത് ഇതുപോലുള്ള ആയമ്മമാരെ, ഇതുപോലുള്ള പുതിയ MLAമാരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ തയ്യാറാകണം. പക്ഷേ എങ്ങനെയാണ് KM ഷാജി തന്നെ ഡേറ്റ് അക്കം എന്നുള്ള രീതിയിൽ വായിച്ചത് നമ്മളൊക്കെ കണ്ടു കാണും, 15 ലക്ഷത്തി എന്നൊക്കെ. അപ്പോൾ ഇതാണ് അവസ്ഥ. എന്തായാലും കേഴുക മമ നാട് എന്നോ ഇതിനോട് പറയാനുള്ളൂ.